ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസും ബാക്കി വരുന്ന മുഴുവൻ ആക്ടിവിറ്റീസും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ദൈർഘ്യം കൂടിയ ഒരു വീഡിയോ ആയിരിക്കും. ബാക്കിയുള്ള മുഴുവൻ ആക്ടിവിറ്റീസ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യുവർ സ്കൂൾ ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഫോർ വൺ ആക്ട് പ്ലേ ഇൻ ദ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പിയാഡ്. എ ജേർണലിസ്റ്റ് നോട്ടഡ് ദ ഫോളോയിങ് പോയിന്റ്സ് ഫോർ എ ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂള് ജില്ലാ ഇംഗ്ലീഷ് ഒളിമ്പിയാഡിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഒരു നാടകം അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഹാഫ് എ ഡേ എന്നുള്ള നാടകമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ഇവിടെ ഒരു ജേർണലിസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഹാഫ് എ ഡേ എന്നാണ് ഇവർ അവതരിപ്പിച്ച ഈ ഒരു നാടകത്തിൻ്റെ പേര്. നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് കണ്ണാന്തളി HSS ആണ്. 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസാണ് ഇത് അവതരിപ്പിച്ചത്. ഒളിമ്പിയാഡിൻ്റെ പേര് ഉണ്ട്, അതുപോലെ നടന്ന തീയതി, സ്ഥലം, അതുപോലെ ഈ നാടകത്തിൻ്റെ കഥ, അതുപോലെ ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ ടാലൻറ്റ്, പെർഫോമൻസ്, അതുപോലെ ടീച്ചേഴ്സ് ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ ഓഡിയൻസിൻ്റെയും ജഡ്ജസിൻ്റെയും അഭിപ്രായം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ന്യൂസ് റിപ്പോർട്ടാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ന്യൂസ് റിപ്പോർട്ടാകുമ്പോൾ അതിന് നല്ലൊരു ഹെഡിങ് കൊടുക്കണം, അതുപോലെ സ്ഥലത്തിൻ്റെ പേര്, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് സംഭവം എന്നുള്ളത് ഏറ്റവും ഷോർട്ടായിട്ട് കൊടുക്കണം. ബാക്കിയുള്ള പാരഗ്രാഫിൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും വിവരങ്ങളും നമ്മൾ കൊടുക്കുകയാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ചെയ്യാറ്. അപ്പം നമുക്ക് ഒരു മോഡൽ ന്യൂസ് റിപ്പോർട്ട് ഒന്ന് കാണാം. കണ്ണാന്തളി HSS ക്ലാസ് 9 സ്റ്റുഡൻസ് ട്രയംഫ് ഇൻ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പിയാഡ് എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്, ഹെഡിങ്. അതുപോലെ സ്ഥലം കാലിക്കറ്റാണ്. 24th May 2024 ഈ ഒരു മത്സരം നടന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ പാരഗ്രാഫ്, എവിടെ നമ്മൾ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയുന്ന, ഏറ്റവും ചുരുക്കി ഈ ഒരു വാർത്ത പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ഇൻ എ റിമാർക്കബിൾ ഡിസ്പ്ലേ ഓഫ് ടാലൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ, the class 9 students of Kannandali Higher Secondary School clinched the first prize for their one-act play Half a Day at the District English Olympiad held here yesterday. This prestigious event, which showcased the best young talent from across the district, highlighted the exceptional skills and hard work of the students. അപ്പോൾ ഈ മെയിൻ പാരഗ്രാഫിൽ എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇംഗ്ലീഷ് ഒളിമ്പിയാഡ് ഒരു മത്സരമായിരുന്നു. ഇതിലെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന വൺ ആക്ട് പ്ലേക്കാണ് 1ാം സമ്മാനം നേടിയത്. അതുപോലെ ഏറ്റവും കഴിവുള്ള കുട്ടികളാണ് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ടോപ്പിക് പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം മറ്റ് വിവരങ്ങൾ നമ്മൾ അടുത്ത ഒരു പാരഗ്രാഫായിട്ട് പറയുകയാണ്. The play Half a Day, which captivated both the audience and the judges. അപ്പോൾ ഈ ഓഡിയൻസിനെയും അതുപോലെ ജഡ്ജസിനെയും വളരെയധികം ആകർഷിച്ച ഒരു പ്ലേ ആയിരുന്നു ഹാഫ് എ ഡേ. ഡെപിക്റ്റഡ് എ പോയിഗ്നന്റ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറി ദാറ്റ് റെസൊനേറ്റഡ് വിത്ത് മെനി. അപ്പോൾ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് ആശയങ്ങളും ഐഡിയകളൊക്കെ നമുക്ക് തരുന്ന ഒരു നാടകമായിരുന്നു ഹാഫ് എ ഡേ എന്ന് പറയുന്നത്. The plot's complexity and the emotional depth portrayed by the young performers received high praise from all quarters. അപ്പോൾ ഇതിൽ അഭിനയിച്ച കുട്ടികളെ എല്ലാവരും അഭിനന്ദിച്ചു, കാരണം അവർ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. The students' success was attributed to their relentless hard work and immense talent. അപ്പോൾ ഇത് കുട്ടികളുടെ കഴിവും അതുപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്കിൻ്റെ വിജയമായിരുന്നു ഈ നാടകം എന്ന് പറയുന്നത്. വിച്ച് ഷോൺ ബ്രൈറ്റ്ലി ഓൺ ദ സ്റ്റേജ്. അത് സ്റ്റേജിൽ
അവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിഞ്ഞു. ദെയർ പെർഫോമൻസ് വാസ് എ ടെസ്റ്റമെന്റ് ടു ദ കൗണ്ട്ലെസ് അവേഴ്സ് ഓഫ് റിഹേഴ്സൽ ആൻഡ് അൺവേവറിംഗ് ഡെഡിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദ കാസ്റ്റ്. അപ്പോൾ ഈ നാടകം അവതരിപ്പിച്ച 9ാം ക്ലാസ്സിലെ കണ്ണാന്തളി സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ നല്ല ആത്മാർത്ഥതയോടുകൂടി ഒരുപാട് നാളത്തെ റിഹേഴ്സലൊക്കെ നടത്തി ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരിത് സ്റ്റേജിൽ അവതരിപ്പിച്ചത്. ദ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ടഡ് പ്രൊവൈഡഡ് ബൈ ദ ടീച്ചേഴ്സ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് അച്ചീവ്മെന്റ്. അതുപോലെ അവരെ ഈ നാടകം കളിക്കാൻ അവരെ ഒരുക്കിയ ടീച്ചേഴ്സ് അവരും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. The audience, comprising students, parents, and members of the community, along with the panel of judges, were unanimous in their appreciation of the effort and skill displayed by the students. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞ കാര്യം അപ്രീഷിയേറ്റ് ചെയ്തത് ഇവരുടെ ഹാർഡ് വർക്കിനെയും ഇവരുടെ സ്കില്ലിനെയുമാണ്. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഓഡിയൻസ്, വന്നിട്ടുള്ള രക്ഷിതാക്കൾ, അതുപോലെ ഈ ജഡ്ജസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ, അവിടെ ഉള്ള ആളുകൾ എല്ലാവരും ഒറ്റ അഭിപ്രായത്തിൽ പറഞ്ഞു ഇവരുടെ ഈ ഒരു സ്കില്ല്, ഇവരുടെ ഈ ഒരു നല്ല പെർഫോമൻസിനെ അഭിനന്ദിക്കുകയുണ്ടായി. This victory at the District English Olympiad is a proud moment for കണ്ണാന്തളി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. റിഫ്ലക്റ്റിംഗ് ദ എക്സലൻസ് ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് ഇറ്റ്സ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അലൈക്ക്. ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്താലാണ് ഇവർക്ക് ഈ 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇത് മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 3. ഹിയർ ഈസ് എ റീടോൾഡ് വേർഷൻ ഓഫ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഗോ ത്രൂ ഇറ്റ്. ഹാഫ് എ ഡേയുടെ 1ാം ഭാഗത്തിൻ്റെ വേറൊരു രീതിയിൽ പറയുകയാണ് ഇവിടെ കഥ. ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. ആ കുട്ടി സ്കൂളിലേക്ക് അച്ഛൻ്റെ കൂടെ പോവുകയായിരുന്നു. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ വാച്ചിങ് ദം. അമ്മ അവരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദ വാക്ക് ത്രൂ എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ഒരു ഗാർഡൻസിലൂടെ അവർ നടന്നു പോവുകയാണ്. ബിയോണ്ട് ദ ഗാർഡൻസ് ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ്. അപ്പോൾ ഈ ഗാർഡൻ കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഫീൽഡുണ്ട്. ദ ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിങ് ഹിം ബൈ ടേക്കിംഗ് ഹിം ടു സ്കൂൾ. അപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് തന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, സ്കൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഓൺ ദ വേ ടു സ്കൂൾ ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫാദർ വാസ് ട്രൈങ് ടു കൺവിൻസ് ഹിം ദാറ്റ് സ്കൂൾ വുഡ് ബി ഗുഡ് ഫോർ ഹിം. അപ്പോൾ അവൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ഇവിടെ ഫാദർ അവനെ എന്താണ് സ്കൂൾ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വെൻ ദേ കെയിം ടു സ്കൂൾ ഗേറ്റ് എ ഫ്യൂ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. അവർ സ്കൂളിലെത്തിയ സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ നമ്മൾ ഈ കഥ പറയുകയാണ്. വേറെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥയുടെ ആദ്യ ഭാഗം ഒരു പുനരാവിഷ്കരണം നടത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വെൻ ഡു ദി ആക്ഷൻസ് മെൻഷൻഡ് ഇൻ ദ നറേഷൻ ടേക്ക് പ്ലേസ്? ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണ്? വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വെർ ഓൾറെഡി കംപ്ലീറ്റഡ് വെൻ ദേ വെർ നറേറ്റഡ്? ഈ വിവരണം നടത്തുന്ന സമയത്ത് ഓൾറെഡി പൂർത്തിയായ പ്രവർത്തികൾ, അതായത് കംപ്ലീറ്റഡ് ആക്ഷൻസ് ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വെർ ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് നറേഷൻ? ഈ കഥ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, പ്രോഗ്രസ് ആക്ഷൻസ് വെയർ ഇൻ പ്രോഗ്രസ്. അത് ഈ കഥ പറയുന്ന സമയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഇതിലേതൊക്കെയാണ്? അപ്പം നമുക്കതിൻ്റെ ആൻസർ ഈ രീതിയിൽ എഴുതാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ: ദി ആക്ഷൻ മെൻഷൻഡ് ഇൻ ദ നറേഷൻ ടേക്ക് പ്ലേസ് ഓൺ ദ ബോയ്സ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആസ് ഹി വാക്സ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. അപ്പോൾ ഈ കുട്ടിയുടെ ഫസ്റ്റ് ദിവസമാണ് സ്കൂളിലെ, അവൻ അച്ഛൻ്റെ കൂടെ പോകുമ്പോഴാണ് ഈ സംഭാഷണങ്ങളും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വെർ ഓൾറെഡി കംപ്ലീറ്റഡ് വെൻ ദേ വെർ നറേറ്റഡ്? അപ്പോൾ ഇത് വിവരിക്കുന്ന സമയത്ത് ഓൾറെഡി പൂർത്തിയായ പ്രവർത്തികൾ ഏതൊക്കെയാണ്? അത്തരം സെന്റൻസുകൾ ഏതൊക്കെയാണ്? ദ ബോയ് ആൻഡ് ഹിസ് ഫാദർ വാക്ക് ത്രൂ എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ബിയോണ്ട് ദ ഗാർഡൻസ് ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ്. ദ ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിംഗ് ഹിം ബൈ ടേക്കിംഗ് ഹിം ടു സ്കൂൾ. When they came to the school, a few children were playing in the garden. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ
ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ വാച്ചിങ് ദം. അമ്മ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. ഹിസ് ഫാദർ വാസ് ട്രൈങ് ടു കൺവിൻസ് ഹിം ദാറ്റ് സ്കൂൾ വുഡ് ബി ഗുഡ് ഫോർ. അപ്പോൾ ഈ സെന്റൻസുകൾ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരണം നടത്തുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിക്ക് ഔട്ട് ദ സെന്റൻസസ് ഫ്രം ദ പാസേജ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആക്ഷൻസ്, പൂർത്തിയായ ആക്ഷൻസും, അതുപോലെ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ്, നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും സെന്റൻസും അതുപോലെ വെർബും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദേ വാക്ക്ഡ് ത്രൂ എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. അവർ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് വാക്ക്ഡ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് വാസ് വാക്കിംഗ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ ING ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ വാക്ക് ത്രൂ എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ബിയോണ്ട് ദ ഗാർഡൻസ് ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ്. ദ ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിംഗ് ഹിം ബൈ ടേക്കിംഗ് ഹിം ടു സ്കൂൾ. വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ് എ ഫ്യൂ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ കംപ്ലീറ്റഡ് ആക്ഷൻസിനെ സൂചിപ്പിക്കുന്നു. അവിടെ 3-ാമത്തെയും 4-ാമത്തെയും ആദ്യത്തെ ഭാഗം മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി, അത് കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ, ING ഫോം വരുന്നതാണ് ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ആയിട്ട് വരുന്നത്. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ വാച്ചിങ് ദം. ഓൺ ദ വേ ടു സ്കൂൾ ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. ഹിസ് ഫാദർ വാസ് ട്രൈങ് ടു കൺവിൻസ് ഹിം ദാറ്റ് സ്കൂൾ വുഡ് ബി ഗുഡ് ഫോർ ഹിം. അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ട് നമുക്കിതിനെ എഴുതാം. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബുകൾ, അപ്പോൾ അതിൽ കംപ്ലീറ്റഡ് ആക്ഷൻസിന്റെ വെർബും അതുപോലെ ആക്ഷൻസ് ഇൻ പ്രോഗ്രസിന്റെ വെർബും നമ്മൾ സെപ്പറേറ്റ് കോളത്തിലായിട്ട് എഴുതുക. അപ്പോൾ കംപ്ലീറ്റഡ് ആക്ഷൻസ് വരുന്നത് വാക്ക്ഡ്, വാസ്, തോട്ട്, കെയിം, വയർ. ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് അതിലെപ്പോഴും ING ഫോം ഉണ്ടാവും. വാസ് വാക്കിംഗ്, വാസ് സ്റ്റാൻഡിങ്, വാസ് ആർഗ്യൂയിങ്, വാസ് ട്രൈങ്. അപ്പോൾ ഈ 2 ടൈപ്പ് സെന്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? How did you differentiate between the 2 types of sentences? One differentiated between the 2 types of sentence by identifying whether the actions were ongoing at the time of narration or had already been complete. അപ്പോൾ ഈ നറേഷൻ അല്ലെങ്കിൽ ഈ വിവരണം നടക്കുന്ന സമയത്ത് പൂർത്തിയായ ആക്ഷൻസ് ആണോ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ആണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Sentences describing actions that were completed before the moment of narration were classified as completed actions. അപ്പോൾ ഈ പറയുന്നതിന് മുമ്പ് നടന്ന പൂർത്തിയായ കാര്യങ്ങൾ completed actions ആണ്. While sentences describing actions that were ongoing at the moment of narration, ഈ വിവരണം നടത്തുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെ നമ്മൾ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നു. വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് ദ വെർബ്? ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഫോമിൽ എന്താണ് വ്യത്യാസം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? ദ ഡിഫറൻസ് ഇൻ ദ ഫോം ഓഫ് വെർബ്സ് യൂസ്ഡ് ഇൻ ദ സെന്റൻസസ് ആസ് ഫോളോസ്. ഇതുപോലെയാണ് അതിന്റെ വ്യത്യാസങ്ങൾ. കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണെങ്കിൽ ദിസ് സെന്റൻസസ് ടിപ്പിക്കലി യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വാക്ക്ഡ്, വാസ്, തോട്ട്, കെയിം ഇതൊക്കെയാണ് എക്സാമ്പിളുകൾ. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ ദീസ് സെന്റൻസസ് യൂസ്ഡ് പാസ്റ്റ് കണ്ടിന്യൂസ് വെർബ് ഫോം. അതായത് വാസ് വാക്കിംഗ്, വാസ് സ്റ്റാൻഡിങ്, വാസ് വാച്ചിങ്, വാസ് ആർഗ്യൂയിങ്, വാസ് ട്രൈയിങ്. ഇങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഫോംഡ് വിത്ത് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ടു ബി ആൻഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ING ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ ഈ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ അവിടെ ING ഫോം പാസ്റ്റിലുള്ള
ബി ഫോമും അതിൻ്റെ കൂടെ ING ഫോമും ഉണ്ടാകും. അപ്പോൾ വി യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു സ്റ്റേറ്റ് ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. സച്ച് സെന്റൻസസ് ആർ സെഡ് ടു ബി ഇൻ സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ പൂർത്തിയായ ആക്ഷൻസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റിന്റെ ഫോമും ബി ഫോമും പിന്നെ ING ഫോമും ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ്. അങ്ങനെയുള്ള സെന്റൻസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നും പറയുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇതാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക.